അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റിന്റെ പ്രവർത്തകരായിട്ടാണ് ഈ ദേശത്ത് ഞങ്ങൾ സുവിശേഷമായി കടന്നു വരുവാനിടയായിത്തീരുന്നത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഈ ദേശ നിവാസികളോട് ഒരു നല്ല വാർത്ത അറിയിക്കാനുണ്ട്. ദിവസവും നാം അനേക വാർത്തകൾ കേൾക്കാറുണ്ട്, ദൃശ്യ മാധ്യമങ്ങൾ ദ്വാരാ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പലവിധമായ വാർത്തകളും നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉളവാക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാർത്തയാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയത്തിന്റെ ചില നിമിഷങ്ങൾ ഞങ്ങൾ ഈ പ്രഭാഷണം കേൾക്കേണ്ടതിന് വേണ്ടി മാറ്റിവെക്കണമേ എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. നാം ഇന്ന് വസിക്കുന്ന ഈ സമൂഹത്തെ കുറിച്ച് നാം അല്പം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ മുൻപൊരു കാലം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുമാറ്, ചിന്തിക്കുമാറ് സമൂഹത്തിൽ അക്രമങ്ങളും അക്രമവാസനകളും പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായ ഉപയോഗം മൂലമായി മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യത്വം മരവിച്ച നിലവാരത്തിൽ ആമേൻ ആയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നേക്ക് ഒരു 10 വർഷം മുൻപ് നാം കാണുകയോ കേൾക്കുകയോ അറിയപ്പെടുകയോ ചെയ്യാത്ത തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാന വിഷയം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായ ദുരുപയോഗങ്ങളാണ് എന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് ലഭിക്കുന്ന ശമ്പളം തന്റെ കുടുംബത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ മദ്യശാപ്പിലും അല്ലെങ്കിൽ മയക്കുമരുന്നിന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ സമൂഹത്തിൽ ഭീതി വിതറുന്ന അനേക പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാമൂഹ്യ വിപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി നമ്മുടെ സർക്കാരും സർക്കാർ ഇതര സംഘടനകളുമൊക്കെ സാമൂഹിക സംഘടനകളുമൊക്കെ ഒത്തിരി പരിപാടികൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്, ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ. നമ്മുടെ രാജ്യത്തെ ശക്തമായൊരു നിയമമുണ്ട്, നിയമ സംവിധാനമുണ്ട്, നിയമപാലകരുണ്ട്. അക്രമികളും അതിക്രമികളും ആയിരിക്കുന്നവരെ പിടിച്ചിടുവാൻ വേണ്ടത്ര ജയിലുകൾ നമുക്കുണ്ട്. ഇങ്ങനെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും വിചാരണ ചെയ്യുകയും ജയിലറുകളിൽ നേരെ നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അക്രമവാസനകൾക്ക്, സമൂഹത്തിലെ അതിക്രമങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. ദിവസം തോറും പുതിയ പുതിയ തരത്തിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഈ ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട സംവിധാനങ്ങൾക്കൊന്നും മനുഷ്യന്റെ മദ്യപാന ആസക്തിയെയോ തന്നിമിത്തമുണ്ടാകുന്നതായ അതിക്രമങ്ങളെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയാത്തത്? അതിന്റെ കാരണം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് അവനെ എല്ലാവിധമായിരിക്കുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടിയും അവനെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മനുഷ്യന്റെ പാപത്തെ പാപനിമിത്തമുള്ളതായ
അവനും അനുഭവിച്ചിരിക്കുന്ന അവസ്ഥാന്തരങ്ങളെ ഇതിനെയെല്ലാം വ്യക്തമായി അഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. മനുഷ്യൻ പാപിയാണ് എന്ന് പറയുമ്പോൾ പലരും പറയും നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കുകയാണ്. അല്ല, ഒരു നിമിഷം ശ്രദ്ധിക്കണമേ. ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരെ ചുവട് വെക്കുമ്പോൾ, നടന്നു തുടങ്ങുമ്പോൾ അവരുടെ കാലൊന്ന് കല്ലിൽ തട്ടിപ്പോയാൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഉടൻ തന്നെ ദേഷ്യത്തോടെ ആ കല്ല് ചവിട്ടുന്നതായിട്ട് കാണാൻ കഴിയും. തന്റെ കാലിനെ നോവിച്ച ആ കല്ലിനോടുള്ള പ്രതികാരം ചെയ്യുകയാണ്. ഈ ചെറിയ കുഞ്ഞിന്റെ ഉള്ളിൽ എവിടെ നിന്നാണ് ഈ പ്രതികാര ചിന്ത വന്നത്? അതാണ് മനുഷ്യന്റെ തലമുറകളായി ജന്മസ്വഭാവത്തിൽ കൂടി കടന്നു വരുന്നായ കൈവരുന്നായ പാപമാണ് അതിനു വേണ്ടി അതിനെ പ്രേരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പാപത്തിന് നിവാരണം വരുത്തുവാൻ കഴിയുക? പാപത്തിന് നിവാരണം വരുത്തുവാൻ വേണ്ടി, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിന്റെ കരാളകഷ്ടങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ മതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ അനേക സംവിധാനങ്ങൾ അതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. പുണ്യപ്രവൃത്തികൾ ചെയ്താൽ പാപത്തിന് നിവാരണമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ല, തീർത്ഥസ്ഥലങ്ങൾ കടന്നുപോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അതിന് നിവാരണം വരുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പുണ്യപ്രവൃത്തികൾ കൂടിയാണ് പാപത്തിന് നിവാരണം വരുത്തുവാൻ കഴിയുന്നതെങ്കിൽ ഒരു കാര്യമുണ്ട്, നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളായിരിക്കണം. 99 നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് 100ാമത്തെ പ്രവൃത്തി അതിന് വിരുദ്ധമായി തീർന്നാൽ ആ ചെയ്ത 99 പുണ്യപ്രവൃത്തികളുടെയും ഫലം ഇല്ലാതെ പോകുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും 100% തന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ട്, നല്ല പ്രവൃത്തികൾ കൊണ്ട് പാപത്തിന് നിവാരണം വരുത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് പകൽ പോലെ സത്യമായ കാര്യമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കടന്നുപോയാലോ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ പറയുന്നു, ആദ്യം പോയത് ശരിയായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം ദൈവമക്കളെ, പ്രിയമുള്ളവരെ. മനുഷ്യന്റെ പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്തുവാൻ കഴിയും? മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തണമെങ്കിൽ പാപമില്ലാത്തവൻ അല്ലെങ്കിൽ ദൈവം തന്നെ അതിന് പോംവഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ ശുഭ വാർത്തയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ ദൈവം അത് നിർവഹിക്കുവാനിടയായി തീർന്നു. സ്വർഗീയ മഹിമകൾ വെടിഞ്ഞീർത്താണ് ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യന്റെ പാപത്തിൻ്റെതായ പരിണിത ഫലങ്ങളായ ശാപവും രോഗവും വേദനയും കഷ്ടതയും എല്ലാം ഏറ്റുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് പകരം അവന്റെ പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുക്കുവാൻ ഇടയായി തന്നു. അതത്രേ കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തു നിർവഹിച്ചത്. യേശു ക്രിസ്തു ഒരു പാപിയായതുകൊണ്ടല്ല തന്നെ ക്രൂശിക്കുവാൻ ഇടയായി തീർന്നത്. യേശു ക്രിസ്തു വലിയൊരു കുറ്റവാളിയായതുകൊണ്ടല്ല യേശുവിനെ ശിക്ഷിച്ചത്. ആ 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഇവരിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് ഓരോ കോടതിയും വിധി പറഞ്ഞ സ്ഥാനത്ത് പാപമില്ലാത്തവനായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. തന്നെ കുറിച്ചുള്ള മുൻപുള്ള പ്രവചനങ്ങൾ പ്രകാരം തന്നെ 3-ാം ദിനം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ അവനെ സ്വന്തരക്ഷിതമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഇടയായി തീരും. അഥവാ കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അങ്ങ് കാൽവരിയിൽ ഏറ്റെടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അങ്ങേ ഞാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് രക്ഷിതമായി സ്വീകരിക്കുന്നു എന്നുള്ള വളരെ ലളിതമായൊരു പ്രാർത്ഥന ആത്മാർത്ഥതയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ
യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനിടയായി ചെയ്തു. ഒരു കാലത്ത് ഞങ്ങളിവിടെ ആയിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ പറയും, ഞങ്ങളും ഇതുപോലെ ഭവനത്തിന് വേണ്ടാത്തവരായി, ദേശത്തിന് വളരാത്തവരായി, വലിയ പ്രയാസങ്ങൾ കൂടി കടന്നുപോയവരാണെന്നാൽ സമാധാനമില്ല, അസ്വസ്ഥതയില്ലാതെ കടന്നുപോയ സ്ഥാനത്ത് കർത്താവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാകട്ടെ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മുഴുവൻ മാനവയാധീനം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നഷ്ടമാകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. എന്നെയും ഈ ദേശത്തുള്ള സകല ദേശനിവാസികളെയും ദൈവം സ്നേഹിച്ചിട്ട് തന്റെ പുത്രനായ യേശുവിനെ കാൽവറിയിൽ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ രക്ഷ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ ഈ വാക്കുകളിലൂടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പത്തിലുള്ള മധ്യപ്രായത്തിലുള്ള പ്രിയമുള്ളവരാണ് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും അവസ്ഥകൾ നാളെ എങ്ങനെയാകുമെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. എത്ര നാൾ ഈ ലോകത്തിൽ ആരോഗ്യത്തോടെ ആയിരിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. മരണമെന്ന് പറയുന്ന ഒരു വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ചോദിക്കുന്നു, സകല മനുഷ്യരും ആ ദൈവിക ന്യായ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. പുസ്തകങ്ങൾ തുറക്കപ്പെടും. അതിലോരോന്നിലും നാം ചെയ്ത പ്രവൃത്തികൾ എഴുതിയതെടുത്തോണം നമുക്കൊരു ന്യായവിധി ഉണ്ടാകാം. നിത്യമായ ആ ദണ്ഡനത്തിലേക്ക് പോകാതിരിക്കുവാൻ ഇന്ന് തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിച്ചുകൊണ്ട് ജീവിതം ഉറപ്പാക്കൂ. മരണാനന്തര ജീവിതം ഉറപ്പാക്കൂ. ഇതാണ് സുപ്രസാദകാലം. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. നിങ്ങളെ അതിനായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.